മേലെ പൂമഴ താഴെ തേനല കാറ്റേ വാ. വെൽക്കം. ഹിന്ദി ക്ലാസ് ആണല്ലേ? ഓക്കെ. മിസ് എന്താ പാട്ടും പാടിക്കൊണ്ട് നിൽക്കുന്നതായിരിക്കും വിചാരിച്ചല്ലേ? മിസ് ഈ ചാപ്റ്ററിൽ നോക്കിയപ്പോ പ്രകൃതിയുടെ ശക്തിനെ കുറിച്ച് കണ്ടു. അപ്പൊ കാറ്റിനെ കുറിച്ച് ഓർത്തപ്പോ ഒരു പാട്ട് പാടിയെന്നേ ഉള്ളൂ കേട്ടോ. മേലെ പൂമഴ താഴെ തേനല കാറ്റേ വാ. ആ പാട്ടൊന്ന് കേട്ട് നോക്കിയതാ കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ് എന്തായിരുന്നു? വിശ്വേശ്വരയ്യ അല്ലേ? विशेषरैया जब वर्षी एक बालक था, उस समय उसने उसके घर के बरामदे में लड़ाकर क्या सोच रही थी? उसने लड़ाकर वर्ष को देख रहा था. उस समय उसने सोचा कि प्रकृति के पास शक्ति है, उस शक्ति को इस्तेमाल करने के वो सोचा. अब नेक्स्ट पैराग्राफ. क्या उनके घर में काम करने वाली नौकरानी विदेशी शासन के कारण गरीब है? അപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണ് നമ്മളെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ജോലിക്കാരി ഉണ്ട്, അവരും ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ടാണോ അവര് ഈ പാവപ്പെട്ടവരായത്? ശാസൻ മീൻസ് ഭരണം. यह प्रश्न विश्वेश्वरैया के दिमाग में उमड़ता रहा. ഈ പ്രശ്നം വിശ്വേശ്വരയ്യയുടെ ദിമാങ്ക മീൻസ് ബ്രെയിനില് ഉമർത്ത മീൻസ് ഓവർ റൈഡിങ് കേട്ടോ. ബ്രെയിനിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ചു മറിയുന്ന പോലെ എപ്പോഴും അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി. ഏത് പ്രശ്നമാണ്? നൗകരാനി വിദേശീയ ശാസനക്കാരനാണോ ഗരീബിയായി തീർന്നെന്നുള്ള പ്രശ്നം. राष्ट्रीयता की चिंगारी जल उड़ी थी और उनके जीवन में यह अंत समय तक चलती रही. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതൊരു തീപ്പൊരി പോലെ, ചിങ്കാരി മീൻസ് തീപ്പൊരി പോലെ, ചൽ ഉടീതി എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരുന്നു, എപ്പോഴും വന്നുകൊണ്ടിരുന്ന മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ അവസാന സമയം വരെയും ഇങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു. വിശ്വേശ്വരയ്യ ജബ് കേവൽ 14 वर्ष के थे तभी उनके पिताजी की मृत्यु हो गई. അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? 14 മീൻസ് 14 വയസ്സ്. 14 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. മൃത്യു ഹോ ഗയി, മരിച്ചു. ക്യാ വഹ് അപ്നി പഠായി ജാരി രഖേ. അപ്പൊ എന്താണ്? അദ്ദേഹത്തിന്റെ പഠിത്തമൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? इस प्रश्न पर तब विचार विमर्शी हुआ जब उन्होंने अपनी मां से कहा. അപ്പോ ഇനി പഠിത്തമൊക്കെ നടക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ വന്നപ്പോ എന്തുണ്ടായി? പഠായി ജാരി രഖേ മീൻസ് പഠിത്തം നടക്കുന്നുണ്ടോ, അതായത് പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അച്ഛൻ മരിച്ചുപോയി ഇല്ലേ, അപ്പൊ ഇനി ആരെങ്കിലും നോക്കണ്ടേ പഠിപ്പിന്റെ കാര്യങ്ങളൊക്കെ? അങ്ങനെ ഒരു ചിന്ത വന്നപ്പോ, അങ്ങനെ ഒരു ചോദ്യങ്ങൾ വന്നപ്പോ ഈ പ്രശ്ന തബ് വിചാർ വിമർശ ഹുവ, ഇങ്ങനെ ഒരു ആശയം, ഇങ്ങനെ ഒരു ചർച്ച. വിചാർ മീൻസ് ആശയം, വിമർശ് മീൻസ് ചർച്ച. ഇങ്ങനെ ഒരു ആശയം ചർച്ചയൊക്കെ വന്നപ്പോ ഉन्होंने अपनी मां से कहा, അദ്ദേഹത്തിന്റെ അമ്മയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അമ്മ ക്യാ मैं ബാംഗ്ലൂർ जा सकता हूं? അമ്മ എന്താണ്, ഞാൻ ബാംഗ്ലൂർക്ക് പൊക്കോട്ടെ എന്ന് അമ്മയോട് ചോദിക്കും. मैं वहां मामा രാമയ്യ के यहाँ रह सकता हूं? ഞാൻ അവിടെ മാമ രാമയ്യയുടെ കൂടെ താമസിച്ചോളാം. വഹാ मैं कॉलेज में प्रवेश ले लूंगा. അവിടെ ഞാൻ പഠിച്ച് അവിടെ നിന്ന് ഞാൻ കോളേജിൽ പ്രവേശിച്ചോളാം, കോളേജിൽ പഠിക്കാനായിട്ട് ചേർന്നോളാം. पर बेटा तुम्हारे मामा अमीर नहीं है. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? तुम्हारे मामा, നിന്റെ മാമ അമീർ അല്ല. അമീർ മീൻസ് റിച്ച് അല്ല. तुम उन पर बोझ क्यों बनना चाहते हो? നീ എന്താണ് അവനെ ഭാരം, ഭോഞ്ച് മീൻസ് ഭാരം, ഭോഞ്ച് മീൻസ് ഭാരം, ഭാരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് എന്ന് വെച്ചാല് ഈ കുട്ടി അങ്ങോട്ട് ചെന്നാ അവന്റെ പഠനഭാരം, പഠിക്കാനുള്ള പൈസ ചെലവാക്കേണ്ടി വരും മാമന് അല്ലേ? പിന്നെ എന്ത് വേണ്ടി വരും? അവനുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കണം, ഭക്ഷണം കൊടുക്കണം, വേണ്ടേ? അതിനൊക്കെ പൈസ ചെലവാക്കേണ്ടി വരില്ലേ മാമനെന്ന് പറയും. ഉൻകി മാമനെ കഹ, അവന്റെ അമ്മ പറഞ്ഞു. അമ്മ मैं अपनी जरूरतों के लिए स्वयं कमाऊंगा. ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സരൂരത്തോ മീൻസ് ആവശ്യങ്ങൾ, സ്വയം മീൻസ് സ്വയം തന്നെ,
സമ്പാദിക്കും. കമാവുങ്ക മീൻസ് സമ്പാദിക്കും. അപ്പൊ അവൻ എന്താണ് പറഞ്ഞത്? അവന്റെ നൗകരാനി ഈ വിദേശീയ ഭരണം കൊണ്ടാണോ ഇങ്ങനെ എന്തായിരിക്കുന്നത്, ഗരീബായിരിക്കുന്നത്, പാവപ്പെട്ടവളായിരിക്കുന്നത് എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ 14 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന് ഇനി തുടർന്ന് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ വന്നപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? അമ്മയോട് പറഞ്ഞു ബാംഗ്ലൂർക്ക് പോവാണ്, ബാംഗ്ലൂർ മാമയുടെ വീട്ടിൽ പോയിട്ട് പഠിക്കാൻ പോവാണെന്ന് പറയും. അപ്പൊ അവിടെ ചെന്നിട്ട് മാമയ്ക്ക് ഭാരം കൊടുക്കാൻ പോവാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? എനിക്ക് പഠിക്കാനുള്ള പൈസ ഞാൻ സ്വയം സമ്പാദിക്കും എന്നാണ് അവൻ പറഞ്ഞത്. मैं बच्चों को ट्यूशन पढ़ा दूंगा, ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കും. अपनी फीस देने और पुस्तकें खरीदने के लिए मैं काफी धन कमा लूंगा, ഞാൻ എൻ്റെ പുസ്തകം വാങ്ങിക്കുന്നതിനും ഫീസ് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കാഫി ധൻ കമാലൂങ്ക, മതിയാകുന്ന പണം. കാഫി ധൻ എന്ന് വെച്ചാല് മതിയാകുന്ന പണം, ആവശ്യമുള്ള പണം. കമാലൂങ്ക സമ്പാദിക്കും, സമ്പാദിക്കുന്നു കേട്ടോ. मेरे ख्याल से मेरे पास कुछ पैसे बच भी जाएंगे, എൻ്റെ ഖയാൽ മീൻസ് ചിന്ത. ചിന്ത എന്താണ്? മേരെ പാസ് കുച്ച് പൈസ ബച്ച് ബി ജഗായെങ്കെ മീൻസ് എൻ്റെ കയ്യിൽ കുറച്ച് പണം ശേഷിപ്പിക്കണം. കുച്ച് പൈസ ബച്ച് ബി ജഗായെങ്കെ മീൻസ് പണം ശേഷിക്കണം, ശേഷിച്ചു വെക്കണം, ശേഖരിച്ചു വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജിനെ മേ മാമാ കോ ദേ ദൂങ്ക, അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ഞാൻ മാമയ്ക്ക് കൊടുക്കും. എൻ്റെ ഫീസും പുസ്തകമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ ഞാൻ മാമയ്ക്ക് കൊടുക്കും. വിശ്വേശ്വരയ്യ ने कहा, വിശ്വേശ്വരയ്യ പറഞ്ഞു. उनके पास हर प्रश्न का उत्तर था, അദ്ദേഹത്തിന്റെ കയ്യില് ഏതൊരു പ്രശ്നത്തിനുള്ള ഉത്തരവും ഉണ്ടായിരുന്നു. समाधान ढूंढने की क्षमता उनके पूरे जीवन में लगातार विकसित होती रही और इस कारण वह एक व्यावहारिक व्यक्ति बन जाए. അപ്പൊ എന്താണ് ഉണ്ടായത്? സമാധാൻ ढूंढने की क्षमता, സമാധാൻ മീൻസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ढूंढന കണ്ടുപിടിക്കാനുള്ള, ക്ഷമത മീൻസ് പ്രാപ്തി. സമാധാൻ മീൻസ് സൊല്യൂഷൻ, ढूंढന കണ്ടുപിടിക്കുക, ക്ഷമത പ്രാപ്തി. അപ്പൊ സമാധാനം കണ്ടുപിടിക്കാനുള്ള പ്രാപ്തി. പൂരെ ഉനക്കെ പൂരെ ജീവൻ മേം, അദ്ദേഹത്തിന്റെ പൂരെ മീൻസ് മുഴുവൻ, ജീവൻ മേം ലഗാതാർ വികസിത് ഹോത്തി, ലഗാതാർ തുടർച്ചയായി വികസിപ്പിച്ചെടുത്തു. വികസിത് ഹോത്തി മീൻസ് വികസിപ്പിച്ചെടുത്തു. അതായത് സമാധാന സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ക്ഷമത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് സ്വന്തമായി അതിന് ആൻസർ കണ്ടുപിടിച്ച് ജീവിതത്തിനെ കുറിച്ചായാലും പ്രതിസന്ധികളെ കുറിച്ചായാലും സ്വന്തമായിട്ട് ഇങ്ങനെ വിശകലനം ചെയ്ത് അദ്ദേഹത്തിന് അതിനുള്ള ഒരു കഴിവ്, പ്രാപ്തി അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. और इस कारण वह एक व्यावहारिक व्यक्ति बन जाए, ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹം എന്തായി? ഒരു പ്രാക്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയായി. വ്യാവഹാരിക് മീൻസ് പ്രാക്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയായി. यह उनके जीवन का सार था और उनका संदेश था, ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സാർ മീൻസ് അമൂർത്തമായത്, അതായത് അദ്ദേഹത്തിനെ വേറിട്ട് നിർത്തുന്നത് ഇതാണ്. ഏതൊരു പ്രശ്നത്തിനും അദ്ദേഹത്തിന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. അവർക്ക് സന്ദേശ, അതാണ് അദ്ദേഹത്തിന്റെ സന്ദേശവും. എന്താണ്? പഹലെ ജാനോ ഫിർ കരോ, ആദ്യം പോകുക എന്നിട്ട് ചെയ്യുക. നമുക്കറിയാത്ത വഴിയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിലോട്ട് വരുന്ന പ്രതിസന്ധികളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടുള്ളൂ. മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, നമ്മളൊരു പരീക്ഷയ്ക്ക് തോറ്റുപോയി, അതിലവിടെ ഭയപ്പെട്ട് നിൽക്കാതെ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ മുന്നേറാം? അയ്യോ ഞാൻ തോറ്റല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും മാർക്ക് കൂടുതൽ തരുമോ? ഇല്ല. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായാലും നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഏത് പ്രതിസന്ധി വന്നാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അത് നമ്മൾ സ്വയം കണ്ടെത്തണം. ഓക്കെ. ബഡേ ഹോക്കർ യഹി വിശ്വേശ്വരയ്യ ഏക മഹാൻ എഞ്ചിനീയർ ബനെ, അങ്ങനെയാണ് അദ്ദേഹം വലുതായിട്ട് ആരായത്? ഒരു എഞ്ചിനീയർ ആയത്, ഒരു മഹാനായ എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹം മാറിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ 14 വയസ്സായപ്പോ മരിച്ചുപോയി. പഠനം തുടരാൻ പറ്റുമെന്ന് അറിയാത്തൊരു സാഹചര്യമായി. എന്നാലും അദ്ദേഹം എന്ത് പറഞ്ഞു? അമ്മോട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ് പഠിക്കാൻ, അവിടെ നിന്ന് ഞാൻ ജോലി ചെയ്ത് എൻ്റെ ട്യൂഷൻ ഫീസും, എൻ്റെ ട്യൂഷൻ എടുത്തിട്ട് എൻ്റെ ഫീസും എൻ്റെ പുസ്തകത്തിന്റെ പൈസയൊക്കെ ഞാൻ കൊടുക്കും, ബാക്കി ശേഷിക്കുന്ന പൈസ ഞാൻ മാമാജിക്ക് കൊടുക്കും, അങ്ങനെ ഞാൻ
എന്ത് ചെയ്യും, മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഏതൊരു പ്രശ്നത്തിനും അദ്ദേഹത്തിന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ, ഏതൊരു പ്രശ്നം നേരിടേണ്ടി വന്നാലും ആ ഒരു പ്രശ്നത്തിനെ എങ്ങനെ എങ്ങനെ അതിൽ നിന്ന് മറികടക്കാമെന്ന് അദ്ദേഹം സ്വയം ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിനൊരു ആൻസർ അദ്ദേഹം കണ്ടുപിടിക്കും. മനസ്സിലായോ? അപ്പൊ ഏതൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു മിസ്? ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഓൾ ഓഫ് യു റീഡ് ദി ചാപ്റ്റർ. താങ്ക് യു.